ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തിരിച്ചടി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം വൈകിയതിൽ ഇസ്രായേലിലെ ചില ജൂത വിഭാഗക്കാർക്ക് പങ്കുണ്ടെന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേലിലെ തീവ്ര യാഥാസ്ഥിതിക വിഭാഗക്കാരായ ഹരേതി ജൂതരുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു വിമാനം വൈകിയതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം തള്ളുകയാണ് ചെയ്തത്. നിർബന്ധിത സൈനിക സേവനത്തിനെതിരെയാണ് ഹരേതികൾ ഇസ്രായേലിൽ പ്രതിഷേധമുയർത്തുന്നത്. നിർബന്ധിത സൈനിക സേവനവുമായി ബന്ധപ്പെട്ട പരിഷ്കരിച്ച ബില്ലിന്റെ കരട് തങ്ങൾക്ക് കാണണമെന്നാവശ്യപ്പെട്ടാണ് ഹരേതികളുടെ പ്രതിഷേധം. നെതന്യാഹു സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണ് ഹരേതികളിലേറെയും. ഷാസ്, യുണൈറ്റഡ് തോറ, ജൂതമതം ഉൾപ്പെടെയുള്ള തീവ്ര യാഥാസ്ഥിതിക പാർട്ടികൾ നിർബന്ധിത സൈനിക സേവനത്തിനെതിരാണ്. നെതന്യാഹുവിന് സ്വന്തം പാളയത്തിൽ നിന്നു തന്നെ എതിർപ്പ് ഉയർന്നതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് പിരിച്ചുവിടാൻ നീക്കം നടത്തിയിരുന്നു. ഇടഞ്ഞു നിൽക്കുന്നവരെ കൂടെ ചേർത്ത് പാർലമെന്റ് പിരിച്ചുവിടാനായിരുന്നു പ്രതിപക്ഷ നീക്കം. എന്നാൽ പിന്നീട് ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിച്ച് കൂടെ ചേർത്ത് നെതന്യാഹു പ്രതിപക്ഷ നീക്കത്തെ അതിജീവിക്കുകയായിരുന്നു. പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള മതവിഭാഗക്കാരാണ് ഹരേതികൾ. ഇസ്രായേൽ ജനസംഖ്യയുടെ 13% ഹരേതികളാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിഭാഗത്തിലുള്ള ഭൂരിഭാഗം പേരും നിർബന്ധിത സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിട്ടില്ല. മതപഠനത്തിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമം നെതന്യാഹു ഭരണകൂടം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ പരിഷ്കരിച്ച കരട് തങ്ങൾക്ക് കാണണമെന്നാണ് ഹരേതികൾ ആവശ്യപ്പെടുന്നത്. ഇവരെ നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. പ്രാദേശിക സമയം വൈകുന്നേരം 4 മണിക്ക് നെതന്യാഹുവിന്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആദ്യം അറിയിപ്പുണ്ടായത്. എന്നാൽ 1 മണിക്കൂറോളം വൈകിയ ശേഷമാണ് വിമാനം പുറപ്പെട്ടതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഹരേതികളുടെ പ്രതിഷേധമല്ല വിമാനം വൈകിയതിന് കാരണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ്. ചില യോഗങ്ങൾ ഉണ്ടായതാണ് വൈകാൻ കാരണമെന്നാണ് വിശദീകരണം. കരട് നിയമവുമായി ബന്ധപ്പെട്ട് പ്രമുഖ സെഫാർഡി ഹരേതി നേതാവായ റബ്ബി അഹരോൺ ബഡ്ബുൾ, നെസറ്റിന്റെ വിദേശകാര്യ പ്രതിരോധ കമ്മിറ്റിയുടെ ചെയർമാനായ ലിക്വിഡ് MK യൂലി എഡൽസ്റ്റീനും സുപ്രീം കോടതി പ്രസിഡന്റ് ഇൽഷാഖ് അമിനിദിനുമെതിരെ വിമർശനം ഉന്നയിച്ചു. കോൾ ബി രാമ റേഡിയോയിലൂടെ തന്റെ പ്രതിവാര പരിപാടിയിൽ ഒരു ലിക്വിഡ് MK ഇസ്രായേലിന്റെ രാജ്യദ്രോഹിയാണെന്നും പ്രധാനമന്ത്രിയാകാനുള്ള വ്യക്തിപരമായ അഭിലാഷത്താൽ പ്രചോദിതനായ തന്ത്രപരമായ അട്ടിമറിക്കാരനാണെന്നും ബഡ്ബുൾ ആരോപിച്ചു. ലിക്വിഡിൽ ഇസ്രായേലിനെ വഞ്ചിക്കുന്നവനും പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു തന്ത്രശാലിയായ അട്ടിമറിക്കാരനുമാണ് ഒരാൾ, ബഡ്ബുൾ പ്രഖ്യാപിച്ചു. 2024 ജൂൺ വരെ യോഗ്യരായ 80,000-ലധികം ഹരേതി പുരുഷന്മാർക്ക് IDF സേവനത്തിൽ നിന്ന് നിയമപരമായ ഇളവുകളൊന്നുമില്ല. ജൂൺ 30 അവസാനിച്ച 2024-25 ഡ്രാഫ്റ്റ് വർഷത്തിൽ IDF പരമാവധി 4800 ഹരേതികളെ ഡ്രാഫ്റ്റ് ചെയ്യുമെന്ന് സർക്കാർ പ്രതിനിധികൾ ഹൈക്കോടതിയിൽ പ്രതിജ്ഞയെടുത്തു. എന്നിരുന്നാലും IDF ഈ സംഖ്യയുടെ പകുതിയോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.